ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. മൂപ്പരത് അവിടെ വന്നപ്പോൾ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന്. സ്പെഷ്യലി മൂപ്പര് ആ കാലിങ്ങനെ എടുത്തിട്ട് ആ ബ്ലൗസിൻ്റെ ഇതിൽ പോയിട്ട് കുളത്ത് ഇങ്ങനെ പൊട്ടിക്കും. അത് മൂപ്പര് ചെയ്ത എനിക്ക് നല്ല ചാൻസസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ തന്നെയാണ് കൊളാക്കിയത്. നന്നായി എത്രയോ നല്ല നല്ല പ്രോജക്റ്റ് എൻ്റെ മുമ്പ് ഇങ്ങനെ സൈൻ ചെയ്തല്ല ഞാൻ കൊളാക്കിയിട്ടുണ്ട്. ഒരു ദിവസം രഞ്ജിത്തേട്ട എന്നെ വിളിച്ചു. ഹലോ ശ്വേത, അവന് എന്തേ രഞ്ജിത്തേട്ടാ, ഒരു നല്ലൊരു റോള് ഒരു ചീരു പറഞ്ഞിങ്ങനെ, അത് ഇങ്ങനെ യങ് ടു ഓൾഡാണ്, ചെയ്യൂല, ചെയ്യാൻ താല്പര്യം. ചിരു, നീ തന്നെയാണ് എൻ്റെ ചിരു. അത് കഴിഞ്ഞ് ഞാൻ നോ പറഞ്ഞിട്ടില്ല. ക്യാമറയിൽ നോക്കിയിട്ട് പറയാൻ പറഞ്ഞു ഐ ലവ് യു ഡാനി, ഐ ലവ് യു സോ മച്ച്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് അത് കുതിരവട്ടം ലൊക്കേഷനാണെന്ന്. അന്നുണ്ടായിരുന്ന എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായിരുന്നു. ഹീ ആൻഡ് ഐ ആർ നോട്ട് എ ഗുഡ് പീപ്പിൾ ടുഗെദർ. അയ്യേ. ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയ സന്തോഷ് ഹെയർ ടോൺ മുടികൊഴിച്ചിലും താരനും ഇല്ലാതാക്കി മുടി വളരാൻ ഫലപ്രദം. എല്ലാ പ്രമുഖ മരുന്ന് ഷോപ്പുകളിലും ലഭ്യമാണ്. ഒരു സന്തോഷ് ഫാർമസി ഉൽപ്പന്നം. കേശ സംരക്ഷണത്തിന് സന്തോഷ് ഹെയർ ടോൺ. അനശ്വരം എന്ന് പറയുന്നത് ഇപ്പോഴും ക്ഷേത്രയുടെ ഓർമ്മകളിലെ ഏറ്റവും ഓർക്കാൻ പഠിക്കുന്ന, അല്ലേ, എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന മുഹൂർത്തങ്ങളിലൊന്നായിരിക്കണം. ഒരുപാട് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഇപ്പോഴും അത് ഞങ്ങൾക്ക് കേൾക്കാൻ കൊതിയുള്ളൊരു കാര്യമാണ് അന്നത്തെ ആ കടന്നു വരവ്, ആ സിനിമയിലേക്കുള്ള വരവ്. നമ്മുടെ ഫാമിലി ഡോക്ടർ ജോർജ് പന്നിക്കൽ, മൂപ്പര് കോഴിക്കോട് ഹോമിയോ ഡോക്ടറാണ്. മൂപ്പര് ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ജോമോനേട്ടൻ. അപ്പോൾ ജോമോനേട്ടൻ എനിക്ക് തോന്നുന്നു അനശ്വരം മമ്മൂട്ടീൻ്റെ കൂടെ ഓൾറെഡി ഷലാക്ക കാർണിക് പറഞ്ഞ ഒരു ബോംബെത്തെ ഒരു കുട്ടി ഓൾറെഡി ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഈ അനശ്വരം. എനിക്കൊന്ന് ഒരാഴ്ച എന്തോ അവർ ഷൂട്ട് ചെയ്തിട്ട് എന്താ പറ്റിയ എനിക്കറിയില്ല. മൂപ്പര് മഹാറാണിയിൽ പോകാറുണ്ടായിരുന്നു ഡോക്ടർ ജോർജ്. അപ്പോൾ അവിടെ എന്തോ ചർച്ച നടന്ന സമയത്ത് മൂപ്പര് പറഞ്ഞു നമ്മുടെ ഒരു കുട്ടീൻ്റെ മുപ്പത്തിയാർക്ക് അഭിനയമൊന്നും അറിയില്ല, മലയാളം അറിയില്ല. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു മലയാളിയാണോ? മലയാളിയാണ്. അപ്പോൾ പിന്നെ മലയാളം പറയിപ്പിച്ചോളാം, അപ്പോൾ ഒന്നുമില്ലെങ്കിൽ അവൾക്ക് അറിയാമല്ലോ. എന്താ അറിയില്ല എനിക്കറിയാം. അടുത്ത ദിവസം രാവിലെ 7 മണിക്ക് ഒരു ഫോൺ വന്നു മമ്മൂക്കേൻ്റെ ഫോണാണ് വന്നത്. അച്ഛൻ ഫോൺ എടുത്തു. അപ്പോൾ കഴിഞ്ഞ അച്ഛനോട് ചോദിച്ചു മമ്മൂക്ക അങ്ങനെ എൻ്റെ ഒരു സിനിമയാണ് എൻ്റെ ഹീറോയിനായിട്ട് എന്നൊക്കെ. അപ്പോൾ അച്ഛന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതെന്താ, ബിക്കോസ് തീരെ അങ്ങനത്തെ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളല്ല. അച്ഛൻ വാണ്ടഡ് മീ ടു ബിക്കം എയർ ഹോസ്റ്റസ് ഓർ എയർ ഫോഴ്സ് പൈലറ്റ് ഓർ ഡോക്ടർ, ഇതൊക്കെ വിചാരിച്ച ഒരാൾ സഡൻലി സിനിമ നടിയാവാൻ പോകുന്നു. ഞാൻ ഫോൺ എടുത്തു. നമുക്ക് അവന് ഹലോ മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു എന്നോട് ഇംഗ്ലീഷിൽ. ഞാൻ പറഞ്ഞു കെൻ യു കം ആൻഡ് സീ മീ? ഞാൻ പറഞ്ഞു യാ ഷോ, വൈ നോട്ട്. അങ്ങനെ ഞാൻ മൂപ്പരെ സെറ്റിൽ പോയി കണ്ടു. മൂപ്പര് എന്നോട് മലയാളത്തിലല്ല ഡയലോഗ്, എൻ്റെ സ്ക്രീൻ ടെസ്റ്റ് മൂപ്പരാണ് ചെയ്തത്. സ്ക്രീൻ ടെസ്റ്റ് പറഞ്ഞാൽ മൂപ്പരുടെ അടുത്ത് എല്ലാ ഇലക്ട്രോണിക്സ് എല്ലാം ഉണ്ടാവില്ല. അപ്പോൾ മൂപ്പരുടെ അടുത്ത് ഒരു ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ മൂപ്പര് ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഓടി വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ക്യാമറയിൽ നോക്കിയിട്ട് പറയാൻ പറഞ്ഞു ഐ ലവ് യു ഡാനി, ഐ ലവ് യു സോ മച്ച്. മൂപ്പരുടെ പേര് ഡാനി, അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷ് അല്ലേ, എത്ര ലവ് യു എന്ന് പറയാമല്ലോ നമുക്ക്. ഐ ലവ് യു ഡാനി എന്നൊക്കെ വന്ന് ഓടി കുറേ അങ്ങോട്ട് പോകാൻ പറഞ്ഞു, ഇങ്ങോട്ട് പോകാൻ പറഞ്ഞു. അത് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് അത് കുതിരവട്ടം ലൊക്കേഷനാണെന്ന്. അപ്പോൾ എനിക്ക് തോന്നി ആരും എന്നെ വിഡ്ഢിയാക്കുകയാണെന്ന്. വൈകുന്നേരം ഒരു 6 മണിക്ക് ഫോൺ വന്നു പ്രൊഡക്ഷൻ മാനേജറിൻ്റെ അടുത്തുനിന്ന്. ഹലോ സർ, മറ്റേ അച്ഛനോട്, സർ മാഡത്തിന് നാളെ രാവിലെ പിക്കപ്പ് ചെയ്യാൻ 8 മണിക്ക് വണ്ടി വരും. അപ്പോൾ അച്ഛൻ പറഞ്ഞു മാഡമോ, അതാരാ? അച്ഛൻ്റെ മോളെ എപ്പോഴാണ് മാഡം ആയത്? അച്ഛനെ അപ്പോഴാണ് അറിയുന്നത് 6 മണിക്ക് വൈകുന്നേരം. അങ്ങനെ രാവിലെ 8 മണിക്ക് വണ്ടി വന്നപ്പോൾ ആരും സീരിയസ് ആയി എടുത്തില്ല. രാവിലെ വണ്ടി വന്നപ്പോൾ അപ്പോഴാണ് എന്നെ അച്ഛൻ എണീപ്പിക്കുന്നത്, മാഡം നിങ്ങളുടെ വണ്ടി വന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ ഒരു സ്കൂൾ കുട്ടി, ഒരു 16 വയസ്സല്ലേ, 16 വയസ്സ്, 16, അങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത്, മാഡം ആവുന്നത്.
അല്ല വേറെ ഒരാൾക്കും ഈ ഭാഗ്യം ഉണ്ടായിട്ടില്ല. എനിക്ക് വേറൊരു ഭാഗ്യം കൂടിയും കിട്ടിയിട്ടുണ്ട്. ആ വർഷത്തെ ക്രിസ്മസും ന്യൂ ഇയർ സമയത്ത് എല്ലാം സിനിമ മാഗസീനിലും ഒരേ കവറായിരുന്നു, ഞാനും മമ്മൂക്കയും. അത് ഭയങ്കര ഹിറ്റായൊരു കവറുമാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു കുട്ടിക്കും ഒരു ന്യൂ കമറിനും കിട്ടിയത്. സെക്കൻഡ് തിങ് ഈസ് നമ്മൾ പാട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒറിജിനൽ ട്രാക്കിലല്ല ഷൂട്ട് ചെയ്തത്, താരാപഥം. അത് നമ്മൾ ചെന്നൈയിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അന്ന് റിക്കോർഡർ, ചെറിയ റിക്കോർഡർ മറ്റേ പ്ലേ ഉണ്ടായിരുന്നു. ഫൈനൽ അല്ലല്ല, നാഗര ഉണ്ടായിരുന്നില്ല, നോർമൽ, നമ്മൾ നോർമൽ ടേപ്പ്. ബിക്കോസ് ഫൈനൽ ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു റഫ് കട്ടിലാണ് നമ്മൾ അത് ഷൂട്ട് ചെയ്തത്, ഫുൾ സോങ്. അപ്പം അങ്ങനെയൊക്കെ കുറേ നല്ല നല്ല മെമ്മറീസ് ഉണ്ട്. പിന്നെ കോഴിക്കോട് ബീച്ച് റോഡിൽ മമ്മാസ് പപ്പാസ് എന്ന് പറഞ്ഞ ഒരു നല്ലൊരു ചെറിയൊരു ജോയിൻ്റ് ഉണ്ടായിരുന്നു, ഒരു ഫാസ്റ്റ് ഫുഡ് ജോയിൻറ്റ്. അവിടെയാണ് എൻ്റെ ആദ്യത്തെ ഷൂട്ട്. അതിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിലാണ് എൻ്റെ ആദ്യത്തെ ഷൂട്ട് നടന്നത്. സുകുമാരി അമ്മയും ആൻറ്റിയും ആൻഡ് ശങ്കരാടി അങ്കിളും മമ്മൂക്കയും. ഫസ്റ്റ് ഷോട്ട് ഏതായിരുന്നു? അതാണ് ഫസ്റ്റ് ഷോട്ട്. പച്ച കളർ ഒരു വലിയൊരു ഇങ്ങനെ എന്തോ. അന്നത്തെ ശ്വേതയാണോ ഇഷ്ടം, ഇന്നത്തെ ശ്വേതയാണോ ഇഷ്ടം? അതിനെന്താ വ്യത്യാസം? സൈസ് മാത്രമേ ഉള്ളൂ. നിത്യ യൗവന അതൊന്നും അറിയില്ല. ഇപ്പൊ നിത്യ ഗുണ്ടമണി. എനിക്ക് തോന്നുന്നു ശ്വേതയ്ക്കോട് ഭാഗ്യം തന്ന ഒരാളാണ് അദ്ദേഹം. കാരണം ആദ്യത്തെ സംസ്ഥാന അവാർഡും കിട്ടിയത്. അച്ഛൻ പറഞ്ഞ വാക്കുകളൊക്കെ എനിക്കിപ്പോൾ അത് ഓർക്കുന്നത്, അതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. പലേരി മാണിക്ക് ഒരു പാതിരാക്കലം ചീരു എന്ന കഥാപാത്രത്തിൻ്റെ ഒരു ഗംഭീര സിനിമ. അതും മമ്മൂക്കയുടെ ട്രിപ്പിൾ റോളാണ് അതിനകത്ത് അല്ലേ, 3 വേഷം. അപ്പോൾ അതിൽ ചീരുവിനെ കണ്ടെത്തിയാൻ രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ, അതെന്താ അതിലേക്കൊരു വരവും അതിൻ്റെ ഒരു സൗഭാഗ്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? അത് ഞാൻ റോക്ക് ആൻഡ് റോൾ ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി അത് ഫുൾ ടോം ബോയ് ടൈപ്പ് ഓഫ് റോളാണ്. കഴിഞ്ഞ് ഞാൻ ബോംബെ പോയി. ഒരു ദിവസം രഞ്ജിത്തേട്ട എന്നെ വിളിച്ചു, ഹലോ ശ്വേത. അവന് എന്തേ രഞ്ജിത്തേട്ട, ഒരു നല്ലൊരു റോള്, ഒരു ചീരു പറഞ്ഞിങ്ങനെ, അത് ഇങ്ങനെ യങ് ടു ഓൾഡാണ്, ചെയ്യാൻ താല്പര്യം. എല്ലാടാ ആ റോള് കണ്ണടച്ചപ്പോൾ എനിക്ക് നല്ല മോഹമായിരുന്നു. ഞാൻ ചെയ്യില്ല, ഒരു കാരണവശാലും ചെയ്യില്ല അങ്ങനത്തെ ഒന്നും റോൾസ് ഒന്നും എനിക്ക്. ബിക്കോസ് ഞാൻ ആ ബോളിവുഡ് സ്റ്റൈലിലാണ് ഇപ്പോഴും, ആ ടോം ബോയ്. നമ്മളൊരു ആക്ട്രസ് ആവാനല്ല, ഐ വാസ് എൻജോയിങ് ആൻഡ് ഓൾ. അപ്പോൾ അപ്പോഴും ഗ്ലാമർ വേഷം ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യില്ല. അപ്പോൾ പറഞ്ഞു ഞാനൊന്ന് സ്ക്രിപ്റ്റ് എഴുതട്ടെ, 1 മാസം കഴിഞ്ഞ് ഞാൻ വിളിക്കാം. അപ്പോൾ ഫുൾ സ്ക്രിപ്റ്റ്, ഒരു സ്ക്രിപ്റ്റ് ഫുൾ മാസം കഴിഞ്ഞിട്ട് എന്നെ മൂപ്പര് വീണ്ടും വിളിച്ചു, ചിരു നീ തന്നെയാണ് എൻ്റെ ചിരു. അത് കഴിഞ്ഞ് ഞാൻ നോ പറഞ്ഞിട്ടില്ല. ബിക്കോസ് അതൊരാളുടെ, ഒരു റൈറ്ററിൻ്റെ കൺവിക്ഷനാണ്. അത് ഒരു കാരണവശാലും എനിക്ക് എന്ത് ട്രൈ ചെയ്താലും എനിക്ക് കിട്ടില്ല. പിന്നെ ഞാൻ രഞ്ജിത്തേട്ടനോട് ഒരേ കാര്യം പറഞ്ഞത്, രഞ്ജിത്തേട്ടൻ എന്നെ ദേഷ്യപ്പെടുമൊന്നുമില്ലല്ലോ, ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ വെറുതെ ദേഷ്യപ്പെടുമൊന്നുമില്ലല്ലോ, എനിക്ക് എൻ്റെ രീതിയിൽ ഞാൻ ചെയ്തോട്ടെ. ആ പടം ഐ തിങ്ക് മൂപ്പര് എന്നെ നമ്മളൊരു അറിയാതെ ചീരുവാക്കി മാറ്റിയതാണ്. ഞാൻ എന്ത് പറയും എൻ്റെ മോനോടും നാട്ടുകാരോടും? നിന്റെ മോനും ഉണ്ടാവില്ല ബാക്കി. എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ആ ജയിലിൽ ഇങ്ങനെ ഇരിക്കില്ലേ, അതുകൊണ്ടല്ല ഇരിക്കുന്നുണ്ടായിരുന്നത്. അവിടെ താഴ്ത്തിരുന്നപ്പോൾ ഉറുമ്പ് കടിച്ചു എന്നെ. അപ്പോൾ ഞാൻ അങ്ങനെ മുകളിൽ കയറി ഇരുന്നതാണ്. ഞാൻ പറഞ്ഞു രഞ്ജിത്തേട്ടാ ഈ സീന് ഫുള്ള് ഞാൻ കണ്ട എനിക്ക് ഡബിളായി മാറും, അതുകൊണ്ട് ഞാനൊന്ന് ഇങ്ങനെ ഇരിക്കണം. അങ്ങനെയാണ് ആ ഇരുത്തായത്. അങ്ങനെ ഓരോരോ സീനിൻ്റെ പിന്നിൽ ഓരോരോ കോമഡി കഥകളുണ്ട് ആ സിനിമയിൽ. സത്യം പറയാണ്, അത് വെറുതെ അല്ല, ആ കോമഡി. അതുകൊണ്ടാണ് എൻ്റെ എല്ലാ സിനിമയിലും ഞാൻ ഈ പരദേശി സിനിമ രാഷ്ട്രപതിൻ്റെ അവിടെ ഡൽഹിയിൽ എല്ലാവരും ഇരുന്ന്, ഞാനും മോഹൻലാലും എല്ലാവരും ഇരുന്ന് ഇങ്ങനെ കാണുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ പിന്നിലത്തെ സ്റ്റോറി ഓർമ്മ വരിക. അപ്പോൾ ഞാൻ ആമിനിയും ഇങ്ങനെ ലാലേട്ടനെല്ലാം ഇങ്ങനെ കരയണ കാണുമ്പോൾ അപ്പോൾ എനിക്ക് മറ്റേ കാര്യങ്ങൾ. ബിക്കോസ് ഞാൻ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് സീരിയസ് ആയിട്ടൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല ഒന്നിനും. എനിക്ക് ആൾക്കാർ എങ്ങനെയാണ് സീരിയസ് ആവണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ
ഓരോരോ അത് പാലേരി മാണിക്യത്തിൽ ഓരോരോ സീൻസിൻ്റെ പിന്നിൽ ഓരോരോ കോമഡി ഉണ്ട്, സ്റ്റോറി ഉണ്ട്. സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ആ മറ്റേ ഇതില്ലേ, മറ്റേ കള്ള്, ഭാഗ്യരാജ് സാർ കള്ള് സീനിനാണല്ലോ എനിക്ക് തന്നത്. അപ്പോൾ ഞാൻ ലേറ്റായി ഷൂട്ട് ചെയ്യില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ആഷിഖ് 1 മണിക്കൂറുണ്ട്, എന്ത് വേണമെങ്കിലും തീർത്തോളൂ. അപ്പോൾ അങ്ങനെയാണ് അത് തുടങ്ങിയത്. പിന്നെ അത് അങ്ങനെ സീൻ തീർത്തു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്, എല്ലാത്തിൻ്റെ പിന്നിലൊരു സ്റ്റോറി ഉണ്ട്. തിരക്കഥ കേട്ടപ്പോൾ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനോ പേടിയല്ലോ ഉണ്ടായിരുന്നു ആ സമയത്തെങ്കിലും? ഞാൻ ഇന്ന് വരെ എല്ലാ മൂവീസും 1 ലൈൻ മാത്രമേ കേൾക്കാറുള്ളൂ. ബിക്കോസ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഇന്നാണ് ഈ സ്ക്രിപ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഫാഷൻ. അത് ഫാഷനായിട്ടല്ല, സ്ക്രിപ്റ്റ് കേൾക്കണം. പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഒരു സിറ്റുവേഷൻ, ഒരു ലൊക്കേഷനിൽ എത്തുമ്പോൾ എപ്പോഴും ഒരു സീൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. കുറച്ച് സ്ക്രിപ്റ്റ്സേ ഉള്ളൂ മാറാതെ നമ്മൾ ഷൂട്ട് ചെയ്യാം. യുനോ എല്ലാം അപ്പടി അത് ഫുൾ അവർ അത്ര ഒരു ലൈക്ക് 1 ഇയർ സ്ക്രിപ്റ്റിംഗ് നടന്നങ്ങനെ. പക്ഷേ അന്ന് ഈ സ്ക്രിപ്റ്റ് കേൾക്കലോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എത്രയോ സീൻസ് എല്ലാം അതേ, ഓഫ് കോഴ്സ് പാലേരി മാണിക്യം എല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ രഞ്ജിത്ത് ഏട്ടൻ തന്നെയാണ് മൂപ്പര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ രാജീവ് ഏട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് 1 ലൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ യൂഷ്വലി അതിൻ്റെ ഡീറ്റെയിലിങ്ങിൽ പോവാറില്ല. പിന്നെ ഞാൻ എപ്പോഴും ആ ലൊക്കേഷനിൽ, പിന്നെ ഇന്ന് ഷൂട്ട് ചെയ്ത് നാളെ ഷൂട്ട് ചെയ്യാൻ പോണ സീൻസ് എല്ലാം ഞാൻ ഇന്ന് കേൾക്കും. പിന്നെ അതിങ്ങനെ ഡയറക്ടറോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. കുറേ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും, അത്രേ ഉള്ളൂ. ഇത് അതിന്റെ 1 ലൈൻ ഇഷ്ടപ്പെട്ടിരുന്നോ കേട്ടപ്പോൾ തന്നെ? ഭയങ്കര ഇഷ്ടപ്പെട്ടു. മൂപ്പര് ആ 1 ലൈൻ മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ആ മൂപ്പര് സെക്കൻഡ് കോളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അല്ല, അതൊരു ഈ പറഞ്ഞ പോലെ ഒരു സംവിധായകന്റെ മൂപ്പരുടെ കോൺഫിഡൻസ് പിന്നെ നമുക്കൊന്നുമില്ല, വളരെ പ്രിസൈസ് ആണ്. അത്രേ ഉള്ളൂ. അത് വളരെ അതിനകത്തപ്പുറത്ത്. അതുകൊണ്ടാണ് ആ ചിരുവിനെ തേടി നമ്മുടെ ഏറ്റവും മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ആദ്യം വരുന്നത് അല്ലേ. ഒരു പക്ഷേ നമുക്ക് അങ്ങനെയുള്ള സീനുകളിലൊന്നും അത്ര കംഫർട്ടുള്ള അറിയാമല്ലോ. സ്വാഭാവികമായിട്ടും മമ്മൂക്കയെ നമ്മൾ കാണുന്ന ഒരു വളരെ, അത് എങ്ങനെയാണ് ആ ഒരു സീനൊക്കെ ഈ പറഞ്ഞ എന്തെങ്കിലും അങ്ങനെ തമാശല്ലോ ഉണ്ടായിരുന്നു? ഈ സ്പെഷ്യലി നമ്മുടെ ചീരുവിൻ്റെ കൂടെയുള്ള കുറച്ച് സീൻസ് കുറച്ചൊരു അഡൾട്ട് സീന് പോലെ എന്ന് വെറുതെ പറയാൻ വേണ്ടി പറയാണ്. സ്പെഷ്യലി ഇപ്പോൾ എൻ്റെ ബാക്ക്, ബെയർ ബാക്ക്, അതെല്ലാം. പിന്നെ ചീരു മൂപ്പരെ കാണാൻ പോകുമ്പോൾ ഞാൻ അതിൻ്റെ ഓൾറെഡി റിയാക്ഷൻസ് മനോജ് ഏട്ടനാണല്ലോ, മനോജ് പിള്ളയാണല്ലോ ക്യാമറ. മനോജ് ഏട്ടൻ്റെ ഓൾറെഡി നമ്മൾ റിയാക്ഷൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇങ്ങനെ ഒരു ഷോട്ട് എടുത്താൽ ആ സീന് കഴിയും. മൂപ്പര് അത് അവിടെ വന്നപ്പോൾ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന്. സ്പെഷ്യലി മൂപ്പര് ആ കാലിങ്ങനെ എടുത്തിട്ട് ആ ബ്ലൗസിൻ്റെ ഇതിൽ പോയിട്ട് കുളത്ത് ഇങ്ങനെ പൊട്ടിക്കും. അത് മൂപ്പര് ചെയ്ത സാധനം. അപ്പോൾ രഞ്ജിത്തേട്ടൻ പറഞ്ഞു ഇനി. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, അതൊരു എന്താ പറയുക, അതിൻ്റേതായ ഒരു മൂപ്പര് ചെയ്യാത്തൊരു പാട് അതിൽ പിടിക്കലും പിന്നെ ഈ ബാക്ക് ഒരേ സീനിൽ ഒരേ ഷോട്ടിൽ യൂഷ്വലി മൂപ്പരെ റിയാക്ഷൻസ് ആണ് എടുക്കാറുള്ളത്. പക്ഷെ അതേ സമയത്ത് മൂപ്പർ അത് എനിക്കൊന്ന് 100 അല്ല 200% മൂപ്പരെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആ ക്യാരക്ടറിനെ അത്രയും ഗംഭീരമാക്കാൻ അത് സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം ഈ വിടന്റെ ചില ആ ഒരു രീതിയിലൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്. പക്ഷെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങ് അത്രയും സ്നേഹം തോന്നുന്നത് ഒരു ആക്ടിങ് എന്നൊക്കെ പറയുമ്പോൾ. പിന്നെ ആ വാതിൽ ഇങ്ങനെ ഭർത്താവ് ഇങ്ങനെ ചവിട്ടി പൊളിക്കുമ്പോൾ ഞാനും മമ്മൂക്ക ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊരു ഇങ്ങനെ ഒരിതില്ലേ, അത് ആക്ച്വലി വാലിലടച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മമ്മൂക്ക ഒന്ന് ഞാൻ ഓക്കെ. രഞ്ജിത്തായിട്ടൊന്നും പ്രതീക്ഷിച്ചില്ല ഇത്, ബിക്കോസ് അത് ഞാനും പ്രതീക്ഷിച്ചില്ല. വാലിലടച്ചപ്പോൾ ഞാൻ മമ്മൂക്ക ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ, ഓക്കെ. അത് അങ്ങനെയാണ്. അത് രഞ്ജിത്തേട്ടൻ പിന്നെ എന്നോട് ചോദിച്ചു അതെങ്ങനെ പറ്റി. ഞാൻ ചോദിച്ചു മിടുക്കി പലർക്കും അതിന്റെ പ്രചോദനമാവട്ടെ. അയ്യോ, പക്ഷെ മൂപ്പർ അതൊക്കെ എല്ലാത്തിനും മേലെ പോയിട്ട് കാതൽ ചെയ്തിട്ടുണ്ട്. ഐ എം എ ഫാൻ ഓഫ് ഹിം. എന്ത് രസമായിട്ടാണ് അല്ലേ. നമുക്ക് അതൊരു ആ വിഷയം ഇത്രയും ക്ലാസ് ആയിട്ട് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. ക്ലാസ് അതൊരു സാധാരണ ഒരു ടോപ്പിക്കാക്കി മാറ്റി. അനശ്വരത്തിൽ നിന്ന് കയറി പതുക്കെ കുറച്ച് ഈ പറഞ്ഞ സിനിമകളൊക്കെ ചെയ്തെങ്കിലും പിന്നെ ഒരു ഹിന്ദിയിലേക്കൊരു യാത്രയായിരുന്നു. അതൊരു പിന്നെ കുറച്ച് ഐറ്റം ഡാൻസറൊക്കെ ആയിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഈ ഐറ്റം ഞാൻ മൂവീസും ചെയ്തിട്ടില്ലായാലും നമ്മുടെ പിന്നെ ബന്ധൻ ഒക്കെ ഈ പറഞ്ഞ പോലെ ഒരു ഐറ്റം
ഇല്ലേ? അല്ല, ഈ ഇഷ്ക് സോങ് ചെയ്യാൻ പോയത് മാധുരി ദീക്ഷിത് മാമാണ്. കൺഫേം ആയിരുന്നു. ഇന്ദ്ര സാറിൻ്റെ മിക്ക മൂവീസിൻ്റെയും മാധുരി ദീക്ഷിത് ഒരു ഭാഗമാണ്. അപ്പോൾ 36 ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എൻ്റെ ഫെമിന കവർ വന്നു. ഫെമിന കവർ വന്നപ്പോൾ അവർക്ക് മറ്റേ ഞാൻ മധുരിൻ്റെ അബോധ് ടൈമിൻ്റെ ഒരു ലുക്ക് തോന്നി. മൂപ്പര് എന്നെ വിളിച്ചു. അങ്ങനെയാണ് ഞാൻ ഇഷ്കിൻ്റെ സോങ് ചെയ്യുന്നത്. പക്ഷെ അന്നും ആ സോങ് കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ല കാശ് കിട്ടി. ഓക്കെ, ഐ എം ഓക്കെ, ബൈ എന്നൊക്കെ പറഞ്ഞിട്ട്. അജയ് ദേവ്ഗൺ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ 3-4 സിനിമ ഒരുമിച്ച് സൈൻ ചെയ്തു. ബന്ധൻ വിത്ത് സൽമാൻ, ഷിക്കാരി വിത്ത് ഗോവിന്ദ, പിന്നെ പൃഥ്വി വിത്ത് സുനിൽ ഷെട്ടി, പിന്നെ അശോക വിത്ത് ഷാറൂഖ്. എല്ലാവരുമായിട്ട് അല്ലേ, അവിടുത്തെ അന്നത്തെ സ്റ്റാറും എല്ലാവരും ഉണ്ട്. പക്ഷെ ഞാൻ അത്ര സീരിയസ് ആയിരുന്നില്ല. ഞാൻ അന്നും ഇല്ല ഇന്നും ഇല്ല എന്ന് പറയില്ല. ഇന്ന് ഭയങ്കര ഒബ്വിയസ്ലി എന്നെ മലയാളം സിനിമയാണ് എന്നെ ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. മലയാളം സിനിമയാണ് എന്നെ ഒരു നടിയായിട്ട് മാറ്റിയതും. പക്ഷെ സീരിയസ്നെസ് വരെ ഇവിടുന്നാണ് എനിക്ക് വന്നത്. പക്ഷെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഹിന്ദിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് എങ്ങനെ അത് ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് മനസ്സിലായത് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഈ ഇൻഡസ്ട്രിയിൽ മാറാനുള്ള സമയം ആയി, സ്പെഷ്യലി സ്ത്രീകൾക്ക് വേണ്ടി. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് നോക്കുമ്പോൾ മലയാളം ഇൻഡസ്ട്രി ഹാസ് ബീൻ ഫാന്റാസ്റ്റിക്കലി നൈസ് ടു മീ. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ മാറ്റാനുള്ള സമയം മലയാളത്തിലാണോ? എന്താണ് അത്? സ്പെഷ്യലി നമ്മുടെ ഇപ്പോൾ ഓഫ്കോഴ്സ് ഇപ്പോൾ എല്ലാം കുറേ ഒന്നാണെങ്കിലും ഓഫ്കോഴ്സ് നമ്മുടെ പേയ്മെൻറ്റ് ആണെങ്കിലും നമ്മുടെ സാലറി ആണെങ്കിലും നമ്മളുടെ ഒരു മേക്കപ്പ് വാൻ ആണെങ്കിലും ഞാൻ അഗെയിൻ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഇതൊന്നും പ്രശ്നമില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ പെണ്ണുങ്ങൾ കുറച്ചും കൂടി ഒന്ന് ബോൾഡ് ആവണം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വേണ്ടി ആരും ഫൈറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു അമ്മയോ ഒരു WCCയോ ഇവരെല്ലാവരും മുകളിൽ ഡിപ്പെൻഡ് ചെയ്യരുത്. നമ്മൾ സ്വന്തമായിട്ട് നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, നമ്മൾക്ക് ഒരു കേസായി, കമ്പനി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. അവർ പറയും നിങ്ങളൊന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കൂ, നിങ്ങളിതൊക്കെ ഒന്ന് എല്ലാം ശരിയാക്കിയിട്ട് പിന്നെ തിരിച്ചു വന്നാൽ മതി. ഒരു കമ്പനി നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ചില ആൾക്കാർ ഇപ്പോഴും പ്രശ്നത്തിന് വേണ്ടി അമ്മേന് വേണ്ടി ഇങ്ങനെ ആശ്രയിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയണത്, ഈ നമ്മൾ കിട്ടണ സമയത്ത് നമ്മൾ ഓളം ഉണ്ടാക്കണം, അല്ലാതെ കിട്ടാത്ത സമയത്ത് ഓളം പ്രതീക്ഷിക്കരുത്. അത് വളരെ വലിയൊരു പാടാണ്. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, നമ്മുടെ ഈ പറഞ്ഞ ഒരു മീറ്റു ഒന്നും ആ സമയത്ത് ഉണ്ടാവില്ല. അങ്ങനെ ഒരു വിഷയം ബിക്കോസ് ഈ മീറ്റു എന്താണെങ്കിലും നമുക്ക് അത് അഗെയിൻ ഇതെല്ലാം നമ്മുടെ കുട്ടിക്കാലത്തെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് സേ നോ യെസ് എല്ലാവരും പഠിപ്പിക്കും, പക്ഷെ നോ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കുറേ കാര്യങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രി ഞാൻ കണ്ട ഒരു ഇൻഡസ്ട്രി ഈസ് എ ബ്യൂട്ടിഫുൾ ഇൻഡസ്ട്രി. യുനോ, ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അഗെയിൻ എനിക്കാണ് സിനിമ ഇൻഡസ്ട്രി, ഞാൻ പറഞ്ഞില്ലേ മമ്മൂക്കയെ വിളിച്ചുകൊണ്ട് ഞാൻ വന്നുകൊണ്ട്, പക്ഷെ അത് കഴിഞ്ഞുള്ള ഒരു സിനിമകളെല്ലാം എൻ്റേതായ ഒരു ഡെസ്റ്റിനി ആയിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. പക്ഷെ അതിലും ഞാൻ എൻ്റേതായ ഒരു വ്യക്തിത്വം വിട്ടിട്ട് ഞാൻ എവിടെയും കളിച്ചിട്ടില്ല. അത് നമ്മുടെ കയ്യിലാണ്. ഇത്രയും സൗഹൃദങ്ങൾ ഇപ്പോൾ ഹിന്ദിയിലുണ്ട്, ഇവരൊക്കെ ഫോൺ വിളിക്കാനുള്ളതൊക്കെ. എന്നിട്ട് പക്ഷേ ഹിന്ദിയിൽ ഈ പറഞ്ഞ പോലെ നല്ല വേഷങ്ങൾ ഇപ്പോഴും ചെയ്തിട്ട് ഇവരെയൊക്കെ ഒന്ന് വിളിക്കാനൊന്നും അത് ആ സൗഹൃദം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ മലയാളത്തിൽ വരെ ഞാൻ വിളിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ ഹിന്ദിയിൽ വിളിക്കുക? ഇവരോട്ടൊക്കെ നല്ല സൗഹൃദം. പിന്നെ ഞാൻ ഓഫ് കോഴ്സ് ആമിർ ഖാൻ, ഷോ അങ്ങനെ മീൻസ് അങ്ങനെ നമ്മൾ ഇവിടെയും ഞാൻ ഇരുന്ന് ഹലോ ഹൗ ആർ യു എന്ന് ചെയ്യാറില്ല, അവിടെയും ഇല്ല. പക്ഷെ എവിടെയെങ്കിലും കണ്ടാൽ ഇപ്പോൾ ഞാൻ പറയും CCL ഞാൻ ഒരു പ്രാവശ്യം സുഹേലിനെ കണ്ടു. സുഹേൽ വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞതാണ്, ശ്രീനോട് പറഞ്ഞു ഹായ് ഐ എം സുഹേൽ ഹർ ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശ്രീ പറഞ്ഞു ഐ നോ ഐ ഹർ സുഹേൽ ഖാൻ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കറിയാം ആൾക്കാരെ. പക്ഷെ ഞാൻ ഒന്നും ഇന്ന് വരെ ഒരാളോട് ചാൻസ് ചോദിക്കാത്ത എന്താ അറിയോ, അപ്പോഴാണ് എന്തെങ്കിലും നമ്മൾ സ്വരം നന്നാവുമ്പോൾ തന്നെ അങ്ങനെ പാടി പോവാം.
ചോദിച്ചു പോവാം. വലിയ സ്വപ്നം അന്ന് നമ്മൾ കണ്ടിരുന്നെങ്കിൽ, അതായത് ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു നല്ല വേഷം ചെയ്യണം, അവിടെ നിൽക്കണമെന്ന് അന്ന് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ പക്ഷേ തലവര വേറൊന്നാകുമായിരുന്നു ഹിന്ദിയിൽ. ഇതൊരു വരിക, പൈസ വാങ്ങിക്കുക, അടിച്ചു പൊളിക്കുക എന്നുള്ളൊരു ലൈനായിരുന്നു. അതെ, എനിക്ക് നല്ല ചാൻസസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ തന്നെയാണ് കൊളാക്കിയത്. നന്നായി എത്രയോ നല്ല നല്ല പ്രോജക്റ്റ് എൻ്റെ മുമ്പ് ഇങ്ങനെ സൈൻ ചെയ്ത് അല്ല ഞാൻ കൊളാക്കിയിട്ടുണ്ട്. ഞാൻ ഹോളിഡേയിൽ പോയി തിരിച്ചു വരില്ല. ബിക്കോസ് എനിക്ക് അച്ഛനമ്മേനെ നോക്കാനോ അവർക്ക് സാമ്പത്തികമായ ഹെൽപ്പ് ചെയ്യാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ബ്രദർ സിസ്റ്റേഴ്സ് ഇല്ല. അപ്പോൾ ഒറ്റ കുട്ടി. എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്യൂ ഗേൾ ഫ്രണ്ട്സ് ആൻഡ് ഫ്യൂ ബോയ് ഫ്രണ്ട്സ് എല്ലാവരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോവും. കുറേ മോമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ മീൻസ് എടാ പോടാനുള്ള ഫ്രണ്ട്സ്, എൻ്റെ മോഡലിംഗ് ഫ്രണ്ട്സ് ഇന്നും ആ ഗ്രൂപ്പുണ്ട്. ബാംഗ്ലൂരിലൊരു ഗ്രൂപ്പുണ്ട്, ബോംബെയിലൊരു ഗ്രൂപ്പുണ്ട്. നമ്മൾ ഇന്നും എവിടെയെങ്കിലും നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം ഉണ്ട്. പക്ഷേ അത് ബിക്കോസ് നമ്മൾ ആരും നമ്മളുടെ പൊസിഷൻസ് വെച്ചിട്ടല്ല അവിടെ സൗഹൃദം കാണിക്കുന്നത്. ഈ കരിയറിലും അതൊക്കെ തന്നെ ലൈഫിലും ഒരു ചെറിയൊരു ശൂന്യത അല്ലെങ്കിൽ ഒരു ഇരുണ്ടത എന്നൊക്കെ നമ്മൾ പറയും. ലൈഫ് എന്ന് പറയുമ്പം ബോബി ബോസ്ലെ ആയിട്ടൊരു വിവാഹം, അദ്ദേഹം ഒരു മോഡലായിരുന്നു. ഹി വാസ് എ റൈറ്റർ ബേസിക്കലി. മൂപ്പര് ഏക്താ കപൂറിന്റെ കുറേ സീരിയൽസ് എല്ലാം, സ്മൃതി ഇറാനിന്റെ എല്ലാം, ക്യൂക്കി ആൻഡ് കഹാനി എല്ലാത്തിൻ്റെ ഐഡിയേറ്റർ ആയിരുന്നു. അല്ല, ഒരുപാട് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഷേദ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു, ഇങ്ങനെ മോഡലിംഗ് രംഗത്തൊക്കെ വരാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, നമ്മൾ ഇന്നും സംസാരിക്കുന്നുണ്ട്. നമ്മൾ പോലെ രണ്ട് ആൾക്കാർക്ക് ചിലപ്പോൾ ശരിക്കും അത് പ്രണയ വിവാഹമായിരുന്നു. ആദ്യം എവിടെ വെച്ചാ കാണുന്നത് ബോബിയെ? മൂപ്പര് അന്നുണ്ടായിരുന്ന എൻ്റെ ബോയ് ഫ്രണ്ടിന്റെ ഫ്രണ്ടായിരുന്നു. അയ്യേ, ആ ചിരി തന്നെ ഉണ്ടല്ലോ. സത്യമാണ്, കള്ളത്തരം പറയാൻ അറിയില്ലല്ലോ. അല്ല, ബോയ് ഫ്രണ്ടിന്റെ ഫ്രണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ചാണ് കാണുന്നത്. പിന്നെ നമ്മൾ ബ്രേക്കപ്പ് ആയി, പിന്നെ ഇവിടെ പാച്ചപ്പ് ആയി. അല്ല, ശരിക്കും പിന്നെ രണ്ടുപേരും തുറന്നു പറഞ്ഞില്ല, എന്തായിരുന്നു അത് ഈ ബ്രേക്കപ്പ് ആവാനുണ്ടായിരുന്നു? ഈ വിവാഹത്തിനെ അമ്മയച്ഛനും ഒക്കെ സ്വന്തമായിരുന്നു? അത് എതിർപ്പ്, അച്ഛന് എതിർപ്പുണ്ടായിരുന്നു? അച്ഛന് എതിർപ്പ് എന്ന് പറയും. അച്ഛൻ അതാണ് ഞാൻ പറഞ്ഞത്, മൂപ്പര് എനിക്ക് ഫ്രീഡം തന്നിട്ടുണ്ട്. പക്ഷെ മൂപ്പര് എന്നോട് ഒരുപാട് പ്രാവശ്യം എന്നോട് ചോദിച്ചു, കുഞ്ഞാ എന്തെങ്കിലും വേണോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പിന്നെ എന്തെങ്കിലും ആലോചിക്കാമായിരുന്നു. അച്ഛൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, കുഞ്ഞാ എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും തോന്നുന്നുണ്ടോ പറയാൻ എന്നൊക്കെ മൂപ്പര് അങ്ങനെ. പക്ഷെ ഞാൻ അപ്പോഴും പറയുന്നില്ലല്ലോ. അപ്പോൾ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, അച്ഛൻ പറഞ്ഞത് അന്നെങ്കിലും നീ വേണോ അച്ഛ, ഓക്കെ അല്ലേ? അപ്പോൾ അച്ഛൻ ചിലപ്പോൾ അത് ബ്ലോക്ക് ചെയ്തേനെ. പക്ഷെ അച്ഛൻ്റെ മറുപടി കിട്ടിയാണ്. പക്ഷെ അച്ഛൻ എനിക്ക് അങ്ങനെ ഒരു ചോദ്യം, അച്ഛൻ എപ്പോഴും പറഞ്ഞു, ഡു യു വാണ്ട് ടു സേ സംതിങ് ടു മീ, യു ഓക്കെ? ഓക്കെ, അച്ഛാ ഓക്കെ, ഓക്കെ. ബിക്കോസ് അച്ഛൻ എപ്പോഴും പറയാനായിരുന്നു, ഒരു പ്രായം കഴിഞ്ഞാലും നമ്മൾ എന്ത് പറഞ്ഞാലും അത് നെഗറ്റീവായിട്ടേ പോവുള്ളൂ. അപ്പോൾ അത് നെഗറ്റീവായിട്ട് പോയി നെഗറ്റീവായി എന്തെങ്കിലും തെറ്റായി ചെയ്യണം. അതുകൊണ്ട് നല്ലത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. പിന്നെ എന്തായാലും മോളാണ് എന്നുള്ള രീതിയിൽ മൂപ്പര് സപ്പോർട്ട് ചെയ്യുന്നത്. സി ആസ് എ പേരൻറ്റ്, ഇന്ന് ഞാനൊരു പേരൻ്റാണ്, ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാം. നമ്മൾ പറയില്ലേ കമ്മ്യൂണിക്കേഷൻ, അതാണ് ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ ഷോസിൽ പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു അച്ഛനും അമ്മയായി ഒരു കൊമ്പനായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. നമ്മളുടെ കുട്ടികളുടെ ലെവലിൽ വന്ന് നമ്മൾ അവരോട് സംസാരിക്കണം, അറിയോ അറിയാതെ. പിന്നെ അച്ഛൻ്റേതായ ഒരു റിലേഷൻ ഉണ്ട്, അമ്മയുടേതായ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. രണ്ട് പേരൻറ്റ് ഒരുമിച്ച് ഇരുന്നിട്ട് ഒരു കൗൺസിലിംഗ് ചെയ്തിട്ട് കാര്യമില്ല. ഓരോ ബന്ധം അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അവരുടെ നിലയിലേക്ക് ഇറങ്ങി വന്ന് സംസാരിച്ചാൽ പക്ഷെ അവർ ഫ്രണ്ടാവും. നമ്മുടെ ഒരു ഇതല്ലേ. എനിക്ക് അന്ന് അച്ഛനോട് നല്ല പേടി ഉണ്ടായിരുന്നു. അച്ഛൻ ഒരു എയർഫോഴ്സ് ഓഫീസറാണ്. അപ്പോൾ പിന്നെ അച്ഛൻ എന്നെ അച്ഛൻ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു സെലിബ്രേഷനിലായിരുന്നു. അപ്പോൾ അച്ഛൻ അങ്ങനെ ഒരു നെഗറ്റീവായി ചോദിക്കും അല്ലാതെ പറയാൻ ഉദ്ദേശിക്കുകയാണെന്ന് അച്ഛൻ ഞാൻ മനസ്സിലാക്കിയില്ല. പക്ഷെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനിങ്ങനെ എൻഗേജ്മെൻറ്റിന് പോണ സമയത്ത് അച്ഛൻ വന്ന് എൻ്റെ റൂമിൽ ഞാനിങ്ങനെ റെഡി ആവുകയാണ്. അപ്പോൾ അച്ഛൻ വന്നിട്ട് എൻ്റെ മേക്കപ്പ് എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മൂപ്പര് വന്നിരുന്ന് മൂപ്പര് റെഡിയാ ഫുൾ പോവാണ്. മൂപ്പര് നിന്നിട്ട് എൻ്റെ പറയും, സോ ഡു യു വാണ്ട് ടു സേ സംതിങ് ടു മീ? അതിൻ്റെ പകരം അച്ഛൻ എന്നോട് പറഞ്ഞാൽ മതി എങ്ങനെ. പക്ഷെ അത് നെഗറ്റീവ് എൻ്റെ മനസ്സിലിടാതെ
അച്ഛനത് ചോദിച്ചു. എൻ്റേതായ ഒരു തീരുമാനമായിട്ടത് മാറ്റി. അതൊരു പക്ഷേ ശ്വേതയുടെ ജീവിതത്തിലുണ്ടായ ഒരു വലിയൊരു തെറ്റായിരിക്കാം അല്ലെ, തീരുമാനമെടുക്കാൻ വലിയ തെറ്റാണ്. പക്ഷെ ഇന്ന് ഞാൻ മൂപ്പരിപ്പോൾ എന്നെ വിളിക്കുമ്പോൾ എല്ലാം ഞാൻ കളിയാക്കി ഞാൻ പറയും, ഓ എന്തൊരു മണ്ടന്മാരായിരുന്നു നമ്മൾ എന്തൊക്കെ പറയാറുണ്ട്. ആൻഡ് പക്ഷേ ആ മണ്ടന്മാരാന്ന് പറഞ്ഞാൽ ആ തീരുമാനം തെറ്റായിരുന്നു എൻ്റെ അർത്ഥം. തെറ്റായിരുന്നു, ഓഫ് കോഴ്സ് യെസ്, തെറ്റായിരുന്നു. എനിക്ക് തോന്നുന്നു ഹീ ആൻഡ് ഐ ആർ നോട്ട് എ ഗുഡ് പീപ്പിൾ ടുഗെദർ. നമ്മൾ പറയില്ലേ, മൂപ്പർക്ക് അങ്ങനെ ഒരു മെച്ചോറിറ്റി ഉണ്ടോ എന്നെ എൻ്റെ കൂടെ എൻ്റെ പാർട്ട്ണർ ആവാൻ ഉള്ള അതെനിക്ക് മനസ്സിലായില്ല. നമ്മൾ ഈ റൊമാൻസിൽ നമ്മൾ ഒഴുകിപ്പോവും, അപ്പം നമ്മൾ അറിയില്ലല്ലോ. ഈ ബോയ് ഫ്രണ്ടും ഹസ്ബൻഡും ഭയങ്കര വ്യത്യാസമാണ്. അത് ഞാൻ എല്ലാവരും പറയും, ഈ സ്നേഹമെല്ലാം ഓക്കെ, പക്ഷെ കല്യാണം കഴിഞ്ഞുള്ള ഒരു ജീവിതം വേറെയാണ്. പിന്നെ അച്ഛനായി കഴിഞ്ഞാൽ, അല്ലാതെ ഒരു പേരൻ്റ് ആയി കഴിഞ്ഞാൽ അത് വേറെ ഒരു ഇതാണ്. അപ്പോൾ ഒരേ ആൾക്ക് അത്രേ എന്താ പറയുക ഫേസസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട്, പിന്നെ നമ്മൾ ആൾക്കാർ പറഞ്ഞുകൊണ്ട് കല്യാണം കഴിക്കാൻ പാടില്ല. അതും ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് കല്യാണം കഴിക്കുന്നുണ്ട്, അപ്പോൾ ഞാനും കല്യാണം കഴിക്കണ്ടേ എന്നൊക്കെ ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ. അപ്പോൾ ഞാൻ അതാണ് പറയുന്നത്, നമ്മൾ കല്യാണം കഴിക്കാൻ വേണ്ടി കഴിക്കരുത്, നമ്മൾക്ക് നല്ലൊരു പാർട്ട്ണർ കിട്ടിയാൽ നമ്മൾ കല്യാണം കഴിക്കണം. അവിടെയാണ് ആ എടുത്തതിനകത്താണ് തീരുമാനത്തിൽ ഒരു തെറ്റ്. പക്ഷെ അത് ആ സമയത്ത് ഞാൻ ആ ഒരു തീരുമാനം എടുത്തുകൊണ്ട്, ആ മണ്ടത്തരം ചെയ്തുകൊണ്ട്, ആ ഒരു തെറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് ഐ എം വെരി ഹാപ്പി. ബിക്കോസ് അത് ഇന്നായിട്ടുണ്ടെങ്കിൽ നോ, അത് ഫസ്റ്റ് ആയതുകൊണ്ട് നമ്മളല്ലേ ഇറ്റ് ജസ്റ്റ് വെൻറ്റ് ഓഫ് ലൈക്ക് ദാറ്റ്. അപ്പോൾ എനിക്ക് മൂപ്പര് ഇപ്പോൾ എനിക്ക് ഒരു എന്താ പറയുക, ഒരു ജസ്റ്റ് നോർമൽ ഫോണോ ഫ്രണ്ടായി മാറി, അത്രയേ ഉള്ളൂ. മൂപ്പർക്ക് വിളിക്കണമെങ്കിൽ മൂപ്പര് വിളിക്കാം, ഞാൻ എടുക്കും. ബിക്കോസ് ആ ഒരു സെക്യൂരിറ്റി ശ്രീ തന്നുകൊണ്ടാണ് എനിക്ക് മൂപ്പരെ കോൾസ് എടുക്കാൻ പറ്റുന്നു, മൂപ്പരെ കൂടെ സംസാരിച്ച് കളിയാക്കാൻ പറ്റുന്നു, അങ്ങനെയൊക്കെ. അല്ല, ഒരു വേറൊരു കൂടെ ഉണ്ടാവും. ശ്രീയെ പോലെ സ്നേഹസമ്പന്നനായ ഒരു ഹസ്ബൻഡിനെ വളരെ പ്രൊട്ടക്റ്റീവ് ആക്കുന്ന ഒരു സംഭവം എന്നുള്ള ഒരു അച്ഛൻ്റെയൊക്കെ പ്രാർത്ഥന വേറെ എവിടെ ഉണ്ടാവുകയാണ് അല്ലേ? അത് ഒരു രൂപത്തിൽ അവിടെ നഷ്ടപ്പെട്ടത് ഭഗവാൻ അതിന്റെ ഇരട്ടി ഇതിലൂടെ തന്നു എന്ന് പറയും അല്ലേ? ശ്രീയും അച്ഛൻ്റെ നല്ലൊരു റിലേഷൻ ആയിരുന്നു, നല്ലൊരു അവരുടേതായ ഒരു ബോണ്ടിങ്, പൊളിറ്റിക്കൽ ബോണ്ടിങ് ആണെങ്കിലും, തറവാടി ബോണ്ടിങ് ആണെങ്കിലും, മലയാളം മെനോൻ ബോണ്ടിങ് ആണെങ്കിൽ, ഏത് രീതിയിലാണെങ്കിൽ അവർ വേറെ ഒരു മാൻ ടു മാൻ ടോക്സ് ഉണ്ടാവാറുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു കമേഴ്ഷ്യലി പൊളിറ്റിക്കൽ എന്തെങ്കിലും ഡിബേറ്റ് ഉണ്ടെങ്കിൽ അത് ഉണ്ടാവാറുണ്ടായിരുന്നു, എന്ത് വേണമെങ്കിലും. അപ്പം ശ്വേത പിന്നെ ശ്രീയെ കണ്ടുമുട്ടുന്നത് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയിലാണോ?